നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിനൊപ്പം 2 അന്താരാഷ്ട്ര കിരീടങ്ങൾ നേടിയ, ക്ലബ് ഫുട്ബോളിൽ നിരവധി കിരീടങ്ങൾ നേടിയ തൻ്റെ സാർത്ഥകമായ കരിയർ ബ്രസീലിയൻ താരം ഫിലിപ്പെ ലൂയിസ് അവസാനിപ്പിച്ചു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന് വ്യക്തമായ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി കോച്ചാവാൻ പോകുന്നു. അതിൻ്റെ കാരണം ഒരു അർജൻറ്റീനക്കാരനാണ് എന്നുകൂടി ഡിയേഗോ സിമിയോണിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ ഫിലിപ്പെ ലൂയിസ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കരിയർ ഒന്ന് നോക്കണം. അദ്ദേഹം ഫിഗേറിയൻസിലൂടെയാണ് കളി ആരംഭിക്കുന്നത്. അതിനുശേഷം യൂറോപ്പിലേക്ക് പോവുകയും അവിടെ അയാക്സിൽ കളിച്ചു. റയൽ മാഡ്രിഡിൻ്റെ ബി ടീമിലുണ്ടായിരുന്നു. ഡിപ്പോർട്ടിവോ ലാക്കറൂണയിൽ കളിച്ചു. അതിനുശേഷമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തുന്നത്. 2010 മുതൽ 2014 വരെ ആദ്യഘട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ, പിന്നെ ചെൽസിയിൽ 1 വർഷം കളിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡിൽ 2015 മുതൽ 2019 വരെ. അതിനുശേഷമാണ് ഫ്ലെമിംഗോയിലേക്ക് 2019 എത്തുന്നത്. അവിടെ വെച്ചാണ് ഇപ്പോൾ വിരമിക്കുന്നത്. ചുരുക്കത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ സിമിയോണിക്ക് കീഴിൽ നീണ്ടകാലം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് സിമിയോണിയെക്കുറിച്ച് അദ്ദേഹം നല്ല വാക്കുകൾ പറയുന്നത്. സിമിയോണിയാണ് കോച്ചാവാനുള്ള തൻ്റെ തീരുമാനത്തിന് പിന്നിൽ എന്ന് പറയുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 2009 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ 44 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 2 അന്താരാഷ്ട്ര കിരീടങ്ങൾ ബ്രസീലിനൊപ്പം നേടി. 2013 ഫിഫ കോൺഫെഡറേഷൻസ് കപ്പും 2019 കോപ്പ അമേരിക്കയിലും അദ്ദേഹം മുത്തമിടുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ സിമിയോണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കോച്ചാവുക എന്നുള്ളതാണ്. ഈ ഡിസിഷന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ സിമിയോണി എന്ന് തന്നെ പറയും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹമാണ് കോച്ചാവണം എന്ന തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാക്കിയത്. എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചയാളാണ്. എൻ്റെ ചിന്താഗതി തന്നെ മാറ്റിമറിച്ചയാളാണ്. എൻ്റെ മെൻറ്റാലിറ്റി തന്നെ മാറ്റിമറിച്ചയാളാണ് ഡിയേഗോ സിമിയോണി. അദ്ദേഹം എന്നെ ഒരു ചാമ്പ്യനാക്കി മാറ്റിയെടുത്തു. അദ്ദേഹത്തിന് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാമെങ്കിൽ ഞാനും ഇവിടെ നിന്ന് മുന്നോട്ട് മൂവ് ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ളവരെ കൊണ്ട് ഇതേ കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ കഴിയണം. തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പരിശീലകർ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മെയിൻ മാൻ തീർച്ചയായിട്ടും ഡിയേഗോ സിമിയോണി തന്നെയാണ്. ഇതാണ് ഇപ്പോൾ ഫിലിപ്പെ ലൂയിസ് പറഞ്ഞത്. എന്തായാലും ഒരു അർജൻറ്റീനക്കാരൻ കോച്ചിൻ്റെ ഇൻസ്പിറേഷൻ മൂലം ഒരു ബ്രസീലിയൻ താരം കോച്ചാവാൻ തീരുമാനിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.